അമ്മൂമ്മ കഥകൾ ഒരു കഥ പറയാമ പേജ്. ഹായ്, ഇന്ന് നമുക്കൊരു നല്ല കഥ കേൾക്കാം. ഒരിക്കലൊരിടത്ത് ഒരു പുഴയുടെ തീരത്ത് ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തില് ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നു. ആ മരത്തിലാണ് ആ കുരങ്ങന്റെ താമസം. അതെന്ത് മരമായിരുന്നെന്നറിയാമോ? അത്തിമരം. അതിനകത്ത് നിറച്ച് അത്തിപ്പഴമൊക്കെ ഇങ്ങനെ പഴുത്ത് 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 കിടക്കും. അപ്പം ആ പുഴയില് ഒരു മുതല ജീവിച്ചിരുന്നു. മുതലയ്ക്കാണെങ്കിൽ മുതല എപ്പോഴും ഈ കുരങ്ങനിരിക്കുന്ന ആ മരത്തിന്റെ സൈഡിലുള്ള പുഴയുടെ അവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഈ കുരങ്ങനെ ഒന്ന് നോക്കും. എന്നിട്ട് അപ്പൊ ഈ നമ്മുടെ കുരങ്ങൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ അത്തിപ്പഴങ്ങളൊക്കെ ഒന്നും രണ്ടെണ്ണം ഒക്കെ ഇങ്ങോട്ട് പറിച്ച് ഈ മുതലയ്ക്ക് ഇട്ട് കൊടുക്കും. മുതലേ അതങ്ങ് കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഇടയ്ക്ക് കുറച്ച് കൂടുതലൊക്കെ കിട്ടുമ്പോഴത്തേനും മുതല കുറച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഇതിന്റെ ഭാര്യയ്ക്കും കൊണ്ടു കൊടുക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അപ്പൊ ഇവർ ഈ മുതലയും കുരങ്ങനും കൂടെ അങ്ങ് കൂട്ടായി. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ അത്തിപ്പഴം എല്ലാ ദിവസവും കൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കുമല്ലോ. അപ്പൊ ഈ ഭാര്യ ഇത് തിന്നുന്ന കൂട്ടത്തില് ചോദിച്ചു, ഈ അത്തിപ്പഴം എവിടെ നിന്നായി കൊണ്ടുവരുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ പറയും, എടീ അതെ, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു വലിയ അത്തിമരം നിപ്പില്ലേ, ആ അത്തിമരത്തില് ഒരു കുരങ്ങൻ താമസിക്കുന്നുണ്ട്. ആ കുരങ്ങൻ എന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ എനിക്ക് ഈ കുരങ്ങൻ അത്തിപ്പഴം പറിച്ചു തരും. അത് ഞാൻ കുറേ തിന്നും, എന്നിട്ട് പിന്നെ നിനക്കും കൂടെ ഞാൻ കൊണ്ടുവന്ന് തരുന്നത് എന്ന് പറയും. അപ്പൊ ഈ പെൺമുതലയ്ക്ക് ഒരു ബുദ്ധി. അവൾ പറയാണ്, ഈ അത്തിപ്പഴത്തിന് ഇത്രയും രുചിയാണെങ്കിൽ ഈ അത്തിപ്പഴം എന്നും കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം ഒന്ന് എടുത്തു താ എന്ന് പറയും. അപ്പം മുതല പറയും, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മളെന്നും അത് നമുക്ക് അത്തിപ്പഴം തരുന്നതല്ലേ, അതിനെ എങ്ങനെയാ? ഓ, നിങ്ങൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി മിണ്ടത്തില്ല എന്ന് പറയും. അയ്യോ, അത് കേട്ടപ്പോഴത്തേനും നമ്മുടെ മുതലയ്ക്ക് സങ്കടം. അയ്യോ, ഭാര്യ മിണ്ടാതിരിക്കുമല്ലോ. അപ്പൊ ഈ മുതലയ്ക്കാണെങ്കിൽ സങ്കടവും ഉണ്ട്. കൂട്ടുകാരനെ കൊന്നാലല്ലേ ഹൃദയം എടുക്കാൻ പറ്റത്തുള്ളൂ, എങ്ങനെയാണത് പറ്റുന്നത്? വേണ്ട എന്നൊക്കെ മനസ്സിലൊക്കെ വിചാരിക്കുമെങ്കിലും ഭാര്യ പറഞ്ഞില്ലേ മിണ്ടത്തില്ല, ഇനി ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെയാ പറഞ്ഞിച്ചു വിട്ടേക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ മുതല വിചാരിക്കും, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പാട്ടിലാക്കി ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് ഈ മുതല ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ കുരങ്ങച്ചൻ പതുക്കെ അത്തിമരത്തെ കുലുക്കി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കുറെ അത്തിപ്പഴമൊക്കെ പറിച്ചിട്ട് ഈ മുതലയ്ക്ക് ഇട്ട് കൊടുക്കും. അപ്പം ഈ മുതല അത് കഴിക്കാനൊക്കെ ഒരു വിഷമം, അതൊക്കെ കഴിക്കും. അപ്പം നമ്മുടെ കുരങ്ങച്ചൻ ചോദിക്കും, എന്തോ പറ്റി? പഴയതുപോലൊന്നും അല്ലല്ലോ, എന്തോ ഒരു ഉണർവൊന്നും കാണുന്നില്ലല്ലോ. ഉടനെ പറയും, എന്റെ ഭാര്യയ്ക്ക് നിന്നെ കാണണമെന്ന് വലിയ ആഗ്രഹം. അവള് പറഞ്ഞിരിക്കുന്നത് ഇന്ന് വലിയ വിരുന്നൊക്കെ ഒരുക്കി അവിടെ കാത്തിരിക്കും, എന്നും അത്തിപ്പഴം തരുന്നുണ്ട്, കുരങ്ങച്ചൻ കൂട്ടുകാരനെ ഒന്ന് വിളിച്ചോണ്ട് വരണം എന്നാ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം കുരങ്ങച്ചൻ വിചാരിക്കും, വിരുന്ന് ഒരുക്കിയിട്ടുണ്ടെന്നോ, കൊള്ളാലോ, എന്നാ ഒന്ന് അവിടെ വരെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം മുതലയോട് പറയും, ഞാൻ എങ്ങനെ വരും? അപ്പൊ പറയും, നീ എന്തിനാ പേടിക്കുന്നത്? എന്റെ മുതുകത്ത് കയറിയിരുന്നാ പോരെ, ഞാൻ നിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോവാ എന്ന് പറയും. അപ്പൊ നമ്മുടെ കുരങ്ങച്ചൻ പതുക്കെ ചാടി നമ്മുടെ മുതലയുടെ മുഖത്തോട്ടങ്ങ് വീഴും. മുതല വേഗം തന്നെ കിട്ടിയടപ്പം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുരങ്ങച്ചനെയും കൊണ്ട് മുമ്പോട്ട് അങ്ങ് പോകും. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മുതലച്ചാർക്കൊരു വിഷമം, ഇതിനെ കൊല്ലാനാണല്ലോ കൊണ്ടുപോകുന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ മുതലച്ചാരനൊരു വിഷമം. അപ്പം
മുതലച്ചാർ അവസാനം ഇങ്ങനെ ഒന്നും മിണ്ടാതെയൊക്കെ ഇങ്ങനെ നീന്തി നീന്തി പോകുന്ന കണ്ടപ്പോഴത്തേനും കുരങ്ങച്ചൻ ചോദിക്കും, ഷോടാ ഇത് എന്നാ പറ്റി? ഇങ്ങനെ ഒന്നും അല്ലല്ലോ, നമ്മൾ പരസ്പരം കാണുമ്പോൾ ഒത്തിരി വർത്താനമൊക്കെ പറയുന്നതല്ലേ, പിന്നെ ഇന്ന് മാത്രം എന്താ മിണ്ടാതെ ഇങ്ങനെ പോകുന്നത്? ഒരു രസമില്ല, എന്തെങ്കിലുമൊക്കെ പറ എന്ന് പറയും. അപ്പം ഈ മുതലച്ചാരുടെ മനസ്സിലങ്ങ് ഇരിക്കുന്നില്ല. പിന്നെ മുതലച്ചാർ പറയുന്നേ, അതേ ഞാനേ നിന്നോടൊരു കാര്യം പറയാം. എനിക്ക് നിന്നെ കൊണ്ടുപോകുന്നതിലൊരു വിഷമമുണ്ട്. എന്നാ വിഷമോ? അത് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് കൊല്ലാനാ. യോ, കുരങ്ങച്ചൻ ഞെട്ടിപ്പോ, കൊല്ലാനോ? അതെന്തിനാ എന്നെ കൊല്ലുന്നത്? അത് പറയും, എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഒരു അസുഖം വന്നു. അപ്പം വൈദ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ അത്തിപ്പഴം തിന്നുന്ന കുരങ്ങൻ്റെ ഹൃദയം കഴിച്ച അസുഖം മാറുമെന്നാ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറയും. അപ്പോഴത്തേന് ഈ കുരങ്ങച്ചൻ അങ്ങ് പേടിച്ചു ചാകാൻ പോവാണല്ലോ എന്നുള്ളൊരു വിഷമത്തെ ഇരിക്കുമ്പം പെട്ടെന്ന് കുരങ്ങച്ചന് ബുദ്ധി ഉണ്ടായി. കുരങ്ങച്ചനൊരു ബുദ്ധി പ്രയോഗിച്ചു നോക്കും. വെറുതെ ചുമ്മാ പ്രയോഗിക്കുന്ന. അയ്യോടാ മുതലച്ചാരേ, എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. എൻ്റെ ഹൃദയം തിന്നാല് നിന്റെ ഭാര്യയുടെ അസുഖം മാറുമല്ലോ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇതെന്നോട് നേരത്തെ പറയാൻ മേലായിരുന്നോ? ശോ, എന്നാ മണ്ടത്തിലുമായി പോയി കാണിച്ചത്? എന്താ എന്നാ പറ്റി എന്ന് ചോദിക്കും. അപ്പൊ പറയും, അതേ എൻ്റെ ഹൃദയം ഞാൻ ആ അത്തിമരത്തെ വെച്ചിരിക്കുക. നമ്മുടെ മുതലച്ചാർ ഒരു മണ്ടച്ചാരും കൂടായിരുന്നു. ഉടനെ നമ്മുടെ മുതലച്ചാർ അതങ്ങ് വിശ്വസിക്കും. എന്നിട്ട് പറയും, അയ്യോ അത്തിമരത്തെ വെച്ചിരിക്കുവാണോ? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി എടുക്കാം. എന്ന് പറയും, ആ ശരിയാ, നമുക്ക് വേഗം പോയി എടുക്കാം. എടുത്തിട്ട് ഞാൻ നിന്നോട് തിരിച്ചു വരാം. നിന്റെ ഭാര്യയുടെ അസുഖം മാറണമല്ലോ, നമുക്കതുകൊണ്ട് തിരിച്ചു പോയി ഹൃദയം എടുക്കാമെന്ന് പറയും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മുതലച്ചാര് റിവേഴ്സ് എടുത്തിട്ട് നമ്മുടെ കുരങ്ങച്ചനെയും കൊണ്ട് പതുക്കെ അത്തിമരത്തിന്റെ ചുവട്ടിലേക്ക് വരും. അത്തിമരത്തിന്റെ അടുത്തെത്താനായത് നമ്മുടെ കുരങ്ങച്ചൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരൊറ്റ ചാട്ടം ചാടി ആ മരത്തിലോട്ടങ്ങ് കേറിയിട്ട് മോളി വന്നിട്ട് പറയുവേ, എന്റെ മുതലച്ചാരേ, നീ ഇത്ര മണ്ടനായി പോയല്ലോ. ആരുടെയെങ്കിലും ഹൃദയം വേറെ എവിടെയെങ്കിലും കൊണ്ടിത് സൂക്ഷിച്ചു വെക്കുവോ? നിനക്ക് ഞാൻ ഇത്രയും നാൾ അത്തിപ്പഴം തന്നിട്ട് നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോയിരിക്കുന്നില്ലേ? പൊക്കോണം, നീ വേറെ ഈ ഏരിയയിൽ കണ്ടുപോലും നിന്നെ. ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കോമ്പൊക്കെ എടുത്ത് എറിഞ്ഞ് നിന്നെ ഓടിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ മുതലച്ചാർക്ക് മണ്ടത്തരം മനസ്സിലായത്. അങ്ങനെ നമ്മുടെ കുരങ്ങച്ചൻ രക്ഷപ്പെട്ടു. ഇതിനകത്തുനിന്ന് എന്ത് പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്? എന്ത് ഗുണപാഠമാണുള്ളത്? ഒരിക്കലും നമ്മള് അമിതമായിട്ട് ആരെയും വിശ്വസിക്കാൻ പാടില്ല. പിന്നെയോ നമ്മുടെ ബുദ്ധി ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കണം. ചിന്തിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പിന്നെന്താ മനസ്സിലായത്? ഒരിക്കലും കൂട്ടുകാരെ ചതിക്കാൻ പാടില്ല. സ്നേഹിക്കുന്ന കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും ചതിക്കാനും വഞ്ചിക്കാനും പാടില്ല. മനസ്സിലായോ? ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യും? ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ ഇന്നത്തേക്ക് ബൈ. കഥകൾ ഒരു കഥ പറയാമ.